ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇതിന് മുന്നേ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉറവ വെള്ളം വരുന്നതിൻ്റെ ആ വെള്ളം വരുന്നതൊക്കെ കാണിച്ചിരുന്നു, ചെറുതായിട്ട് കാണിച്ചിരുന്നുള്ളൂ. അതിൽ ലോങ് വീഡിയോ ഉണ്ട് ഇത്. ഞങ്ങളിപ്പോൾ കാണുന്ന വെള്ളം കണ്ടില്ല, അത് ഉറവെള്ളത്തിൻ്റെ ബാക്കി അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. നമ്മുടെ വീട് നിൽക്കുന്നത് ഒരു പാറയുടെ അടിയിൽ, പാറയാണ് ശരിക്കും നമ്മൾ വീട് ഇരിക്കുന്ന ഭാഗമൊക്കെ. ഇവിടെ പണ്ടൊരു ഉറവ വെള്ളം എന്താ, ഇയാൾ ഇപ്പോൾ നമ്മൾ പണിക്കൊരാൾ വിളിച്ചതാണ്. വീടിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് കാട് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ പാമ്പൊക്കെ ഉണ്ടാകുന്ന സമയമില്ല, അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് ഞങ്ങളുടെ പഴയ വീട്, തറവാടിൻ്റെ ബാക്കിലാണ് ഇതുണ്ടായിരുന്നത്. ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ഏകദേശം കുറേ പേരൊക്കെ വെള്ളം കുടിക്കാൻ വരെയൊക്കെ കൊണ്ടുപോയിരുന്ന വെള്ളമായിരുന്നു ഇത്. പിന്നെ അതിപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അത് അടച്ചത്, അധികം ഇനി വരെ പ്രശ്നമൊക്കെ വന്ന ഒരുപാട് വെള്ളം വരുമ്പോൾ വീടിന് പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട് അടച്ചതായിരുന്നു. ഇപ്പം മഴ പെയ്യുന്നില്ല, പക്ഷേ മഴ പെയ്തതുപോലെ വെള്ളം വന്നിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണിത്. ഒരിക്കലും നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വെള്ളം അങ്ങനെ ചളിവെള്ളം തോന്നുകയാണ്, പക്ഷേ കുറച്ചും ക്ലീൻ ആവും കേട്ടോ. പണിയെടുത്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്തു. പിന്നെ മഴ ചെറുതായിരിക്കും തോന്നുന്ന സമയത്ത് വീണ്ടും അയാൾ പണിക്ക് പോയി. വെള്ളം പോകാനുള്ള ചാല കേട്ടോ, മുകളിൽ നിന്ന് വരുന്ന വെള്ളവും പിന്നെ ഇവിടുന്ന് വരുന്ന വെള്ളമൊക്കെ തന്നെ പോകാനുള്ള ചാനലാണ്, ക്ലീൻ ചെയ്യുകയാണ് ഇയാൾ. പിന്നെ റോഡിൻ്റെ ഒരു ഭാഗത്ത് പാറ, ആ ഭാഗത്താണ് ഞങ്ങൾ വീടൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, അതുകൊണ്ട് തന്നെ പാറ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കിണർ കുത്തി വെള്ളം കാണുക എന്നുള്ളത് ഒരു ശാശ്വതമായ പരിഹാരമൊന്നുമില്ല. അവിടെ ഒരുപാട് കുഴിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും വെള്ളം കണ്ടിട്ടില്ല. ഇവിടെ ഉള്ളൊരു വെള്ളം ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് കിണറൊന്നും പിന്നെ അങ്ങനെയൊക്കെ വെള്ളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഡെയിലി കിട്ടേണ്ട അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് അപ്പുറത്തെ സൈഡിൽ സ്ഥലമുള്ളത്, അവിടെ കിണർ കുത്തിയിട്ട് അവിടുന്ന് പൈപ്പ് നമ്മൾ റോഡിൻ്റെ അടിയിലൂടെ ഇട്ടിട്ട് അന്ന് വെള്ളം അടിക്കുന്നുണ്ട്. ഞങ്ങൾ അപ്പുറത്തെ സ്ഥലത്ത് കിണർ കുത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം കിട്ടി അടിക്കാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് ചളി പോലെ ആയിട്ട് വെള്ളമൊക്കെ, പക്ഷെ എത്ര ചളിയാണെങ്കിലും അത് കുറച്ച് കഴിഞ്ഞ് തെളിഞ്ഞ് വരും. അപ്പോൾ വെള്ളം പോകാനുള്ള ചാനട്ട് അത് ക്ലീൻ ചെയ്താലുള്ളൂ. പിന്നെ അവിടെ നിന്ന് വെള്ളം അവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ആ വെള്ളം പോകണമെങ്കിൽ ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യണം. പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടോ. അവിടെയൊക്കെ കുറേ നിറയെ പുല്ലും ഇതൊക്കെ മുളച്ചിരിക്കുന്നു, കാരണം ആ ഭാഗത്തേക്ക് ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഏതായാലും വെള്ളം വന്ന സ്ഥിതിക്ക് അവിടെ ഉറവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം പോവുകയും ചെയ്യും, ഒരു ചാല് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാമെന്ന് എഴുതിയിട്ടാണ്. ഇവിടെയാണ് കേട്ടോ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഇത് മണ്ണൊക്കെ ഒരുപാടുള്ളതുകൊണ്ട്, പക്ഷേ എനിക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള പാറയാണ്. പക്ഷേ നന്നായിട്ട് മണ്ണൊക്കെ എടുത്ത് കുറച്ച് പണിയുണ്ട് അവിടെ ചെയ്യാനായിട്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, സൂക്ഷിച്ച് നോക്കി കാണാണ്ട് അവിടെ ഒരു വെള്ളം പെട്ട് തെളിഞ്ഞ് വേറെ കളറായി മാറുന്നത്, ഒരു കറുപ്പ് കളറായിട്ട് മാറുന്നു. അത് ആ ഉറവ വരുന്ന വെള്ളം ആ ഭാഗത്തു നിന്നാണ്. പിന്നെ നന്നായി മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള അവസ്ഥയുണ്ടത്. കണ്ടോ, തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്, പോകുന്ന വെള്ളം കൂടി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാൻ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടുകയാണ്. ഇത് കണ്ടോ പാറ ഇതേപോലെ കേട്ടോ ഈ ഭാഗത്തൊക്കെ, പക്ഷേ മണ്ണൊക്കെ ഇട്ടിപ്പോൾ അവിടെ തൂർത്തോണ്ടും പാറ കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പാറയായിരുന്നു, പക്ഷെ മഴക്കാലമായ നമ്മൾ വഴുക്കി വിടും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. കുറച്ച് മഴ ഒന്ന് പോട്ടെ എന്ന് കരുതിയിട്ടാണ്, വല്ലാതെ മഴയൊന്നുമില്ല, ചെറുതായിട്ട്. വീണ്ടും നല്ല മഴ പെയ്യാനായിട്ട് ആകാശം കറുത്ത് മൂടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഈ ഏകദേശം ഒരു ഭാഗത്ത് കുറച്ചൊക്കെ പുല്ലൊക്കെ ക്ലീനാക്കി. കണ്ടോ, നമ്മൾ നേരത്തെ ചളിവെള്ളം കണ്ടിരുന്ന വെള്ളമാണ് ഇപ്പോൾ തന്നെ തെളിഞ്ഞ് വല്ല നീരുറവ, നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റലായിട്ടുള്ള വെള്ളമായിട്ടില്ലേ. ഇവിടെയുള്ളവർക്ക് ഒരുപാട് പേര്, ഇവിടെ അടുത്തുള്ള എല്ലാവരും കുടിക്കാൻ വരെ വെള്ളം കൊണ്ടുപോയിരുന്നു. അതുപോലെ അവർക്ക് ചെറിയ എന്തെങ്കിലും അലക്കാനൊക്കെ വന്നിരുന്നു ഈ ഭാഗത്തൊക്കെ ആയിട്ട്. കാരണം നല്ല ക്ലീൻ ആയിരുന്നു അന്ന്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുഴി കാണുന്നേ ഉള്ളൂ, പക്ഷേ അത് നന്നായി വൃത്തിയാക്കി കഴിഞ്ഞ് ഒരു ഇഷ്ടികയൊക്കെ വെച്ച് കെട്ടിയ ചെറിയ കുളം പോലെ ആവും. ഇത് കണ്ടോ, വെള്ളം അവിടെ നിന്ന് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു. കണ്ടോ, അതാണ് അവിടെ നിന്ന് ആ ഒരു ഹോളുണ്ട് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. പാറയുടെ താഴെയാണ്. 2 മാസം മാത്രമേ വേനൽക്കാലത്ത് നിന്ന് വെള്ളം ഉണ്ടാവാത്തുള്ളൂ, ബാക്കി എല്ലാ ടൈമും വെള്ളം ഉണ്ടാവുന്നൊരു സ്ഥലമാണിത്. കണ്ടോ, വീണ്ടും ചളിയെ അവിടെ ക്ലീൻ ചെയ്യാൻ ആ സമയത്താണ് ഇത് വെള്ളം വരുന്നത്. കണ്ടോ, പിന്നെ ആ വെള്ളം തന്നെ അവിടെ പാറയുണ്ട് ക്ലീൻ ചെയ്യാൻ. മഴയാകുമ്പോൾ പിന്നെ ചളീനേക്കാരും, പക്ഷേ ഞാൻ ശരിക്കും ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്തേക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല.
ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ അടുത്തതായിട്ട് ഇടും കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ബാക്കി വീഡിയോസൊക്കെ പോയി കാണാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടോ വെള്ളം നല്ല ക്ലിയറായി ക്രിസ്റ്റലായി വന്നിട്ടുള്ളത്. അത് അവിടെ ഹോൾ കണ്ടില്ലേ, ആ ഭാഗത്തുനിന്നാട്ടോ വെള്ളമൊക്കെ വരുന്നത്. ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ശരിക്കും ഒന്ന് കെട്ടി നല്ല വൃത്തിയായിട്ടുള്ളൊരു വീഡിയോസൊക്കെ ഞാൻ വീണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ ഉറവെള്ളം കണ്ടുപിടിച്ചു കേട്ടോ ഏതായാലും എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ. അവിടെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, സിമെൻ്റ് കൊണ്ട് വെച്ചിരുന്നു, അതൊക്കെ ഞങ്ങൾ തുറന്നെടുത്തു. ഓക്കെ, അങ്ങനെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. കാരണം നല്ല മഴയുണ്ട്, ബാക്കി ക്ലീൻ ചെയ്യാനൊക്കെ സമയമുള്ളതുകൊണ്ട് തന്നെ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ബാക്കി കാണാം. ഓക്കെ, താങ്ക്